ഗബ്രിയെക്കുറിച്ച് സഹമത്സരാർത്ഥികളോട് ജാസ്മിൻ സംസാരിക്കുന്ന ഒരു വീഡിയോയും അതിന് വന്ന കമന്റുകളുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുന്നതിനിടെയാണ് ഗബ്രിയെക്കുറിച്ച് ജാസ്മിൻ സംസാരിച്ചത്. ജാസ്മിന്റെ ലാസ്റ്റ് കിസിനെ പറ്റി പറയാനാണ് സിജോ ആവശ്യപ്പെട്ടത്. ഫ്രണ്ട്സിന്റെ കണക്കിൽ ലാസ്റ്റ് കിസ് കൊടുത്തത് ഗബ്രിക്കാണ് എന്നാണ് ജാസ്മിൻ അതിന് മറുപടിയായി പറഞ്ഞത്. ട്രൂത്ത് ഓർ ഡെയർ ഗെയിമിൽ സിജോ, നന്ദന, അർജുൻ, ശ്രീതു, ജാസ്മിൻ, അഭിഷേക് എന്നിവരാണ് പങ്കെടുത്തത്. ലാസ്റ്റ് കിസ് ഹൗസിൽ നിന്നും അത്തയും ഉമ്മയും പുറത്തിറങ്ങിയപ്പോഴാണ് കൊടുത്തത്. അതല്ലാതെ ഫ്രണ്ട്സിന്റെ കണക്കിൽ ലാസ്റ്റ് കിസ് കൊടുത്തത് ഗബ്രിക്കാണ്. എവിക്റ്റായി ഹൗസിൽ നിന്നും പോകുന്നതിന് തൊട്ടു മുൻപ് ഗബ്രിക്ക് കവിളിൽ ഉമ്മ കൊടുത്തുവെന്നാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി കമന്റുകളാണ് ജാസ്മിനെ വിമർശിച്ച് പ്രേക്ഷകർ കുറിച്ചത്. ഫാമിലി വന്ന് പോയ ശേഷമാണ് ജാസ്മിന് ബോധം വെച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ടാണ് ഗബ്രി എന്ന് പറയുന്നത്. ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഗബ്രിക്ക് മുത്തം കൊടുത്തു ജാസു. ആ മനസ്സാരും കാണാതെ പോകരുത്. ഗബ്രി പുറത്തായപ്പോൾ ഭർത്താവ് മരിച്ച ഭാര്യയെ പോലെ കരഞ്ഞു വിളിച്ച് നടന്നത് മറന്നു ജാസ്മിൻ. ഉപ്പ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഗബ്രി ഫ്രണ്ടായി മാറി. ഇപ്പോൾ ജാസ്മിന് എല്ലാവരുമായി ഇരിക്കാൻ അറിയാമല്ലോ. ജാസ്മിന് ഗബ്രി ഫ്രണ്ടായോ? അഫ്സലിന്റെ ബൊമ്മ കിട്ടിയത് കൊണ്ടാകുമല്ലേ? ജാസ്മിൻ ആദ്യ വീക്ക് കഴിഞ്ഞു ഇങ്ങനെ തന്നെ നിന്നിരുന്നുവെങ്കിൽ എന്ത് കിടുവായനെ. ഇനിയും സമയമുണ്ട്. ഇതുപോലെ ഫൺ ആൻഡ് ആക്റ്റീവായി നിൽക്കട്ടെ എന്നിങ്ങനെയെല്ലാമാണ് വീഡിയോയ്ക്ക് കമന്റുകൾ വരുന്നത്. കൂടാതെ പുറമെയുള്ള ഭംഗി കണക്കിലെടുത്ത് ഹൗസിൽ കാണാൻ കൊള്ളാവുന്നത് ജാസ്മിനെയും ശ്രീതുവിനെയുമാണെന്ന് സിജോയും പറയുന്നുണ്ട്. നന്ദനയുടെ ഒരു ചോദ്യത്തിന് മറുപടിയായാണ് സിജോ അത് പറയുന്നത്. അതിനെതിരെയും നിരവധി പേര് കമന്റുകൾ കുറിക്കുന്നുണ്ട്. അതെന്താണ്, വേറെയുള്ളവർക്കും സൗന്ദര്യമില്ലേ? എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട് എന്നെല്ലാമാണ് കമന്റുകൾ. അതേസമയം ഹൗസിൽ നിന്നും എവിക്റ്റായ ശേഷം പ്രത്യക്ഷപ്പെട്ട അഭിമുഖങ്ങളിലെല്ലാം ഗബ്രി ഏറ്റവും കൂടുതൽ നേരിട്ട ചോദ്യം ജാസ്മിനുമായുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നതാണ്. തങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നും ആ രീതിയിലാണ് ചുംബിച്ചതും കെട്ടിപ്പിടിച്ചതും എന്നൊക്കെയാണ് ഗബ്രി പറഞ്ഞത്. എന്നാൽ ഹൗസിൽ വെച്ച് ഒരിക്കൽ ഗബ്രിയോടുള്ള തന്റെ പ്രണയം ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരു റിലേഷൻഷിപ്പിലെ വിവാഹത്തിനോ തനിക്ക് താല്പര്യമില്ലെന്നാണ് ഹൗസിൽ വെച്ച് ഗബ്രി നൽകിയ മറുപടി. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ജാസ്മിൻ ജാഫറിന്റേത്. ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് മൂലം ഹൗസിൽ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാസ്മിന് ഹൗസിന് പുറത്ത് പിന്തുണ കുറഞ്ഞു തുടങ്ങിയിരുന്നു. പുറത്ത് അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി വിവാഹം നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത്. തുടക്കത്തിൽ ഗബ്രിയുമായി തനിക്കുള്ളത് സൗഹൃദം മാത്രമാണെന്ന് ജാസ്മിൻ പറയാറുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് പരിധി വിട്ട് പോകുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഹൗസിലുള്ളവർ തന്നെ ഇരുവരോടും പ്രണയമാണോ അതോ സൗഹൃദമാണോ എന്നത് പ്രേക്ഷകർക്ക് വ്യക്തമായി കൊടുത്ത ശേഷം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഇരുവരും പ്രേക്ഷകർക്ക് തങ്ങൾക്കിടയിലുള്ള ബന്ധമാണെന്നുള്ള ഒരു ക്ലാരിറ്റി നൽകിയിരുന്നില്ല. ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ജാസ്മിൻ സൂക്ഷിച്ചിരുന്ന മാലയും ഫോട്ടോയുമെല്ലാം ഫാമിലി വീക്കിലെത്തിയപ്പോൾ ജാസ്മിന്റെ വാപ്പ എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.